ഒരു പ്രോഗ്രാമിന് ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് അവിടെ പോയിട്ട് വരാവേ. മേർ ഫാഷൻ മോഡലിംഗ് കമ്പനീന്റെ ഓണാഘോഷ ഭാഗമായിട്ടാണ് കേട്ടോ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ ഞാനും ആരെയും കൂടാണ് പോകുന്നത്. സ്റ്റാൻഡിൽ നമ്മൾ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ കയറി ചായ കുടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഫറൂഖ് കോളേജ് കഴിഞ്ഞിട്ട് ഒരു റിസോർട്ടിലാണ് കേട്ടോ നമ്മളെ ലൊക്കേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ബസ്സൊക്കെ കയറിയിട്ട് വേണം പോകാണ്ടായിരുന്നത്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നെ. പിന്നെ ഫസ്റ്റ് തന്നെ നമ്മൾ മേക്കപ്പ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി ഞാൻ മേക്കപ്പ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്ടായിരുന്നു. ഇതാണ് കിരണൻകുട്ടി. ആള് വ്ളോഗറാണ് കേട്ടോ. ഇന്നെയും കൃഷ്ണനെയാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളിന്റെ ഫ്രണ്ടാണ്. ആൻഡ് ഓൾസോ ഞങ്ങൾ കോളേജ് മേറ്റും കൂടെ ആണ് കേട്ടോ. ആളും ഹെയർ സെറ്റ് ചെയ്യാണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ താഴെ പോയിട്ട് മാവേലിനെ ഒന്ന് വരവേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. 9:55 എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലായിരുന്നു നമ്മള് പ്രോഗ്രാം ഇട്ട്. ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ പേരൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ഗ്രൂമിംഗ് റൂമിൽ പോയി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ട് സൈഡിലും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ ആട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടു ആരിന്റെ മേക്കപ്പ് ഇടൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇവളെ കല്യാണം എന്നാണെന്ന് തോന്നുന്നു ഗൈസ്. എന്തോരു മേക്കപ്പ് ആണ്, എണീച്ച് വരുന്നില്ല അവിടുന്ന്. ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ചിന്നപ്പായനും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോഡൽ റാസീസും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. പ്രോഗ്രാം നടക്കുന്നതിന്റെ ഇടയിൽ ആര്യയും കൃഷ്ണയും കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ ഇടയിൽ ഞാൻ ചെന്നിട്ട് എന്തൊക്കെയോ കളി കളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നാട്ടി വിട്ടിട്ടുണ്ടായിരുന്നു ഓരെ. പിന്നെ നമ്മൾ എല്ലാരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്കും പലതും പറയാനുണ്ടാവും. ഇസ്മായിൽ വിളിച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിന് വരുന്നത്. ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റും ഉണ്ട്. ഇത്രയും ക്രൗഡിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഞാനൊരു മൈക്കിൽ സംസാരിക്കുന്നത്. അതിന്റെ നെർവസ്നെസ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ട് സെറ്റ് ആയിക്കോളൂ. അതിന് ശേഷം ഞങ്ങൾ റാമ്പാക്കും ഉണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് അങ്ങോട്ട് നടത്തിപ്പിച്ചു ഗൈസ്. നല്ല അലമ്പ് കളിയായിരുന്നു. പിന്നെ അഡ്മയർത്ത മോഡൽസിന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ നമ്മൾ ആരെയും കൃഷ്ണൻകുട്ടിയും കൂടിയ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അഡ്മയർ ഫാഷൻ കമ്പനീനെ പറ്റിയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ നിവേദ്യ മിസ്സിന്റെ സ്കൈഫോർഡത്തെ മിസ്സാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ പ്രോഗ്രാം അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് പായസം കയറ്റിയിട്ടാണ് ഇതാ ഈ ജാതി ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. കാൽമക്കാലം കയറ്റി വെച്ചിട്ട് ഫുഡ് വന്നപ്പോ നമ്മള് ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു ഗൈസ്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് വന്നപ്പോ മോഡൽസിന്റെ റാമ്പാക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി റാമ്പായിരുന്നു. നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നത്. നമുക്കില്ലാത്ത കഴിവുകൾ മറ്റുള്ളവർ കാണിക്കുമ്പോൾ നമുക്കൊരു ഇങ്ങനെ കണ്ടിരിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ലേ, അത് നല്ലോണം ഉണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂപ്പരാണ് കേട്ടോ ഇതിന്റെ CEO ഇസ്മായിൽ എന്ന് പറയും. ഞാൻ ഇന്ന് വേറെ ഇതിലുള്ള ഈ ഒരു അട്ടയർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കൽ കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വിട്ടു കേട്ടോ. ഞാൻ മിസ്സിന്റെ വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. മിസ്സാണ് നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പോകുന്നതിന്റെ ഇടയ്ക്ക് പാവം മിസ് നമുക്ക് ഷേക്ക് ഒക്കെ മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. ഷേക്ക് പോരായിട്ട് എനിക്ക് പുഡിങ് കൂടെ വേണമെന്ന് പറഞ്ഞപ്പോ അതും മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്യൂട്ടാണ് ഞങ്ങളെ മിസ്സേ. അങ്ങനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് മിസ്സിന്റെ വൈക്കും പോയി, ഞങ്ങളെ വൈക്കും പോയി. അപ്പൊ ഇത്ര ഉള്ളടാ.